അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പഴയകാല അയൽവാസിയും 10ാം വാർഡിന്റെ മെമ്പറുമായ ഹബീബ് കക്കലത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാമൂഹ്യ സൗഹാർദ്ദം വിശ്വസിക്കുന്ന നല്ലവരായ നാട്ടുകാരെ വെള്ളിയാഴ്ച രാവിലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എന്റെ ഐസിമർത്തയുടെ മകൻ ഷുക്കൂർ സദാസമയം അദ്ദേഹത്തെ നിരീക്ഷിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. അസൂയോടുകൂടി ഒരു മനുഷ്യൻ താൻ വിശ്വസിച്ചു വരുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എത്രമാത്രം ഓടി നടക്കുന്നോ എന്ന് ഈ പൊതുസമൂഹത്തെ പഠിപ്പിച്ചിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഷുക്കൂർക്കെയാണ് ചെയ്യാറ് നിരീക്ഷിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നത് താൻ വിശ്വസിച്ച ആശയത്തിന് വേണ്ടി ആദർശത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടാൻ ഒരു മനുഷ്യർക്ക് സാധിക്കുമെന്ന് ഒരുപക്ഷെ ഒരു മനുഷ്യർക്ക് കഴിയാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന വണ്ടിയിൽ എണ്ണ ഒഴിച്ചതുപോലെ ചക്രം കറങ്ങുന്ന പോലെ താൻ വിശ്വസിച്ച ആശയത്തിന് വേണ്ടി ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഷുക്കൂർ. നമുക്കറിയാം, താൻ വിശ്വസിക്കുന്ന ആശയത്തിന് വേണ്ടി വയർത്തുള്ളിയോടുകൂടിയാണ് തന്റെ സൃഷ്ടാവിനെ കണ്ടെത്തുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയും ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് വേർത്തുള്ളിയോടുകൂടി തന്റെ നാഥനെ സമീപിക്കുന്നവരാരാണോ അവരാണ് വിജയിച്ചവരാണ്. സുഹൃത്തം ചെയ്തവർക്കാണ് തന്റെ സൃഷ്ടാവിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ഓരോ രാത്രിയും ഓരോ പകലും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചുരുങ്ങിയത് 12 വർഷം ഓർക്കുണ്ടാവും. അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം വ്യാഴാഴ്ച ഒരു 7:55 സമയത്ത് ഞാൻ 9ാം വാർഡിലെ സർക്കാർ കിടത്തിലെത്തിയപ്പോൾ അവിടെയാണ് കപ്പാരത്തെ ഹഫീസും ഷുക്കൂറും കൂടി നിൽക്കുന്നത്. ഞാൻ കണ്ടു ഷുക്കൂർക്കാരെ കപ്പാരത്തെ ഹഫീസിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു മീറ്റിംഗിന് വേണ്ടി പോകും. മരിക്കുന്നതിന്റെ അടുത്ത സമയം വരെ താൻ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഇവിടത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാരും അദ്ദേഹത്തെ മാതൃകയാക്കാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിന് എന്തായാലും അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ പിതാവിനും ജ്യേഷ്ഠാഞ്ചന്മാരും അദ്ദേഹത്തിന്റെ ഉണ്ടാവുന്ന പ്രയാസവും പോരായ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അവർക്ക് സഹായകരമാകുന്ന സഹായം നൽകുമാറാകട്ടെ. എല്ലാവിധ സഹായം അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള പോരായ്മ നികത്തുന്നതിന് വേണ്ടി പകരക്കാരനെ അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എവിടെയാണോ അവസാനിച്ചിട്ടുള്ളതെങ്കിൽ, അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ, അദ്ദേഹം എന്തിനു വേണ്ടിയാണോ ഓടിയിട്ടുള്ളതെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആ പ്രസ്ഥാനം വിശ്വസിക്കുന്ന ആളുകളെ ഉത്തരവാദിത്തമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ വിശ്വത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു.